ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കുടജാത്രയ്ക്ക് പോവാണ്. നമ്മൾ എത്ര മണി 6 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. നടന്നിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ജീപ്പ് പിടിച്ച് നമ്മളിവിടെ നിന്ന് പോവും. ഒരു 11 പേരുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കാണാം. എന്തായാലും ഒരു പോക്ക് പോവും. ഒരു ജീപ്പിന് 3200 രൂപയാണ്. നമ്മൾ ഒരു ജീപ്പിൽ 6 പേരും അപ്പുറത്തെ ജീപ്പിൽ 7 പേരുമാണ് കയറിയത്. ടോട്ടൽ 13 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീപ്പിന് 3200 രൂപയാണേ. പിന്നെ അതുകൂടാണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ ഒരാൾക്ക് 50 രൂപയും ജീപ്പിന് 100-150 എന്തോ കൊടുക്കണം കേട്ടോ. ജീപ്പിന് കറക്റ്റ് എത്രയാണെന്ന് അറിയില്ല. നമുക്ക് 50 രൂപ എന്തായാലും കൊടുക്കണം കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ. എന്തിനാ നിർത്തിയേ? ചായ കുടിക്കാൻ. പക്ഷെ ഞങ്ങൾ ചായ കുടിക്കണില്ല. ഞങ്ങൾ ഇനി കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പുറത്തേക്ക് നല്ല വിചാരിച്ചിട്ട് കുടിക്കുന്നില്ല. ഇന്നലെ കഴുത്തിൽ മാലയൊക്കെ ഊരി വെച്ച് വീട്ടിലിട്ടിട്ടില്ല. കയ്യിലൊന്നും പോയില്ല. കാലൊട്ടുമേ പോയിട്ടില്ല. കയ്യില് പിന്നെയും പോയി. വേണ്ട ഏതാ സന്യാസിയോ? അവിടെ ഇരിക്കാൻ പോകണോ? എന്നില്ലേ മലപ്പുറത്തേക്ക് പോവല്ലേ ഇന്ന്? ഞാനില്ല. സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി എല്ലാവരും രാവിലെ തന്നെ വെട്ടി നമ്മൾ പോവാണ് അടുത്ത ട്രിപ്പ്. എനിക്ക് ആദ്യം വേണ്ടാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാനൊരു വട കഴിച്ചു ഇറങ്ങിയപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു ഇനി 3 അവർ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വട കഴിച്ചതാണ്. ഫോറസ്റ്റ് എല്ലാവരും ബാക്കിലുണ്ടല്ലോ അല്ലേ? ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ എത്രത്തോളം പ്ലാസ്റ്റിക് ഉണ്ട് അതൊക്കെ ചോദിച്ചു. പിന്നെ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഈ പ്ലാസ്റ്റിക് തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണിച്ച് കഴിയുമ്പോൾ ആ എമൗണ്ട് തിരിച്ച് തരും എന്നാണ് പറഞ്ഞത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ 6 കിലോമീറ്റർ ഓഫ് റോഡ് ആട്ടോ. പക്ഷേ നമ്മൾ പോയൊരു ടൈമിങ് കറക്റ്റ് ഒരു ടൈമിങ് ആയിരുന്നു. അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ നമുക്ക് കിട്ടി. നല്ല ഭംഗിയുണ്ട് ട്ടോ. അടിപൊളി വ്യൂ. ഗായ്സ്, ഫോണിനെ കണ്ടേക്കാട്ടും അടിപൊളിയാണ് നേരിട്ട് കാണുമ്പോ അല്ലേ? അയ്യോ പഠിച്ചോനെ. പൊളിപ്പൊളി. എന്ത് രസമാണ്. അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആ ചേട്ടൻ ഇവിടെ നിർത്തിയതാണ്. അടിപൊളി വ്യൂവാ. നമ്മൾ എത്തി. ഇനി നമ്മൾ അങ്ങ് നടന്ന് കയറണം. ഇതെന്താ അമ്പലവാ? എന്താ പോണേ? എന്താ വെള്ളം മേടിക്കണം? അവരെവിടെ? അങ്ങനെ നമ്മൾ പകുതി വഴിയിലെത്തി. നമ്മൾ ബാക്കിലുള്ള അവരെ വെയിറ്റ് ചെയ്യാണ്, ചേച്ചിമാരെ. രഞ്ജുവും അമ്മായിയും മാമനൊക്കെ മുന്നേ പോയി. എന്തൊക്കെ പറയാൻ കിട്ടണില്ല. തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ തണുപ്പ് അത്ര ഇല്ല അല്ലേ? പക്ഷെ നല്ല കോടയുണ്ട്. നമുക്ക് നല്ല രസമുണ്ട്. വഴിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചത്. എല്ലാവരും ഇന്നലത്തെ ക്ഷീണത്തിൽ കിടന്നുറങ്ങിപ്പോയി അലാറിനൊക്കെ വെച്ചിട്ട്. നമ്മൾ ഇന്ന് രാത്രി 11:45 ട്രെയിനിന് പോകും കേട്ടോ. റിട്ടേൺ ഉടുപ്പിയിൽ നിന്നാണ് ട്രെയിന്. ഇവിടെ നിന്ന് പോയിട്ട് വേണം നമുക്ക് ഉടുപ്പിയിലേക്ക് എത്താൻ. അവിടെ നിന്നാണ് ട്രെയിന്. അവിടെ മറ്റേ ശ്രീകൃഷ്ണ ടെമ്പിളിൽ കയറണം. നമ്മൾ നാളെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എറണാകുളം എത്തും.
എവിടെ അവരെ കാണിച്ചേ? നടന്നു വരുന്നു. കറക്റ്റ് ടൈം 10:10 കേട്ടോ റിട്ടേൺ ട്രെയിന്. ഞാൻ 11 സംതിങ് ആണ് പറഞ്ഞത്. അത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. 10:10 കേട്ടോ. നടക്കിങ്ങോട്ട്. 2 കിലോമീറ്റർ നടക്കാനുണ്ട്. 1 കിലോമീറ്റർ പോലും ആയിട്ടില്ല സത്യത്തില്. ഷാമിനെ കണ്ടോ? തോൾ സഞ്ചി ഒക്കെ ആയിട്ട് വന്നതാ സന്യസിക്കാൻ. ബാക്കിയുള്ളവരൊക്കെ ക്ഷീണിച്ചതേ. നല്ല വ്യൂ നോക്കാം അങ്ങോട്ട്. നടക്ക. ഇത് കണ്ടോ? ഇതിനകത്ത് ഷാമ പറയും മാറാലാന്ന്. എനിക്ക് മഞ്ഞ് പോലെ ഫീൽ ചെയ്യണം. ഇതെന്താ മാറാലിങ്ങനെ ഇരിക്കൂ? വാങ്ങാട് സ്പീഡിന്. കാട്ടിലൂടെ നടക്കുന്ന യാത്ര. ശ്യാമേ വൈബാണോ? വൈബല്ല. വൈ എവിടെ? എന്റെ ഷാമിനെ കാണുന്നില്ലല്ലോ. എന്തേ വൈബല്ലാത്ത? നല്ല രസമുണ്ട് കേട്ടോ. എന്നുവെച്ചാ നേരിട്ട് കാണുന്ന പോലെ ആവൂല, ഫോണിൽ കാണുമ്പോ. അടിപൊളി. കല്ലാണല്ലോ. ഗൈസ് അങ്ങനെ ഫൈനലി എത്തി. അങ്ങനെ ഫൈനലി ഇവിടെ എത്തി. എന്താ എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? വെയിൽ വന്നു തുടങ്ങിയില്ലേ? വെയിൽ വന്നു തുടങ്ങി. പക്ഷെ ചെരുപ്പൂരിട്ട് ചവിട്ടിയപ്പോഴേ നല്ല തണുപ്പ്. ഭയങ്കര വെയിൽ വന്നിട്ടോ. വിശക്കുണ്ടോ? ഞങ്ങള് പാട്ടയും ചായയും വെച്ചില്ലേ. നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവാട്ടോ. ഇറങ്ങുമ്പോഴാലോചിക്കണം എത്രയൊക്കെ കേറിയിരുന്നു. ഈ കുത്തനെയുള്ള ഗേറ്റൊക്കെ കേറിയാ വന്നേ. അവരിങ്ങനെ ബാക്കിൽ നിന്ന് വരണേ. നടക്ക് നടക്ക്. മീനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് എവിടേക്ക്? മൂകാംബിക സത്യ റെസിഡൻസിലേക്ക് പോവാണ്. അവിടെ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉടുപ്പിയിലേക്ക് പോകും. അയ്യോ സോറി, സീനില്ല. ബാക്കിയും കൂടെ പാടിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തു. എല്ലാവരും വേറെ വേറെയാണ് പാടുന്നത്. പിന്നെ ഇനി പാട്ടുകാരാരെങ്കിലും കേട്ട് ഞങ്ങളെ വല്ല ചീത്ത വിളിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്താട്ടോ. നമ്മളങ്ങനെ കൂടൽജാത്രയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, ബസ് കയറി നമ്മൾ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലാണ് എത്തിയത്. നല്ല വെയിലായതുകൊണ്ടാണ് സ്വെറ്ററൊക്കെ ഇട്ടേക്കണം, തണുപ്പല്ല. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ ലഗേജ് കൊണ്ടു വയ്ക്കാൻ പോവാണ്. ലഗേജ് കൊണ്ടു വെച്ചിട്ട് അമ്പലത്തിൽ കയറും. പിന്നെ സമയമുള്ളതനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷം അറിയാം. അങ്ങനെ നമ്മൾ വെയിലാണേ. പശുത്തൊഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു അമ്പലമാണ്. ഇവിടെ ലഗേജ് വെക്കാൻ റൂമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. ബാക്കിയുള്ള ടീംസൊക്കെ ബസ്സിന് വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ വന്നു. ഇവിടെ ഒരു പശുത്തൊഴുത്തുണ്ട് ശ്യാമേ. അവിടെ മണമല്ല, ഞാൻ കണ്ടു പോകുമ്പോ. ഞാൻ കണ്ടു. പശു ഉണ്ടോ അവിടെ? കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളില്ല പശു. ലഗേജ് റൂം ഇട്ടോ.
ഇതാണ് പശുത്തൊഴുത്ത്. അമ്പലത്തിന്റെ ഉള്ളിൽ പശുത്തൊഴുത്ത്. ലഗേജ് വെക്കാൻ വന്നാട്ടോ. എല്ലാം സെറ്റിൽ ചെയ്തു. പ്ലാൻ കയറാണ്. അമ്പലത്തിന്റെ ഉള്ളില് ഊട്ടുപോരൊക്കെ ഉണ്ട്. ഇതേ പശുത്തൊഴുത്ത് അത് കാണാൻ പറ്റും. കൊള്ളാം. ഗുരുവായൂരൊക്കെ ഉള്ള പോലെ. പക്ഷെ ഗുരുവായൂർ നടുക്ക് കൃഷ്ണൻ ഉണ്ടല്ലേ. ഡാൻസ് ആട്ടോ അവിടെ. ഇതിലൊക്കെ തൊഴുതിങ്ങനെ ഇരിക്കുക കേട്ടോ. എന്താ എല്ലാം കഴിഞ്ഞ് ഇവിടെ റെസ്റ്റായി. ഒരു രക്ഷയില്ല. ചായയൊക്കെ കുടിച്ചു. ഭയങ്കര ക്ഷീണം. ഇതെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണം കേട്ടാ. ബീച്ചിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായി, പക്ഷെ വയ്യാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് പ്ലാൻ ക്യാൻസൽ ചെയ്തു. നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ബസ്സിനാണ് പോയത്. നമ്മൾ പതുക്കെ നടന്ന് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ 8 മണിയോടെ നമ്മൾ എറണാകുളം എത്താണ്. അപ്പോൾ ശരി, ബൈ, ടാറ്റാ.